അമേരിക്കയുടെ ബോണ്ട് യീൽഡും ട്രഷറി യീൽഡും ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായി. അമേരിക്കൻ ഇൻഡെക്സായ നാസ്ഡാക്ക് 2.3%, S&P 1.37%, ഡോ ജോൺസ് 0.47% ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റിലും കഴിഞ്ഞ ദിവസം സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഡാക്സ് 2.35%, CAC 2.18%, ഫട്സെ 1.02%മാണ് ഇടിഞ്ഞത്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ സെല്ലിംഗ് പ്രഷറും വീക്ക്നെസ്സും പ്രകടമായതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. സെപ്റ്റംബർ മാസത്തോടുകൂടി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരും എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം നിഫ്റ്റി 25,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്ന് 25,000-ന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും കഴിഞ്ഞ ദിവസം ബൈയിങ് സൈഡിലായിരുന്നു. 2,089 കോടിയുടെ ബൈയിങ് ആണ് FIS നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 337 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. പ്രധാനമായും മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രോഫിറ്റ് 72% വർദ്ധിച്ച് 3,301 കോടിയിൽ നിന്നും 5,692 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് 5,310 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് കമ്പനിക്ക് പുറത്തുവിടാൻ സാധിച്ചു. അതേസമയം റവന്യൂവിൽ മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ്സായിട്ടുണ്ട്. 1,09,228 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 1,08,048 കോടി രൂപയുടെ റവന്യൂ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇയർ ഓൺ ഇയറിൽ റവന്യൂ 1,02,236 കോടിയിൽ നിന്നും 1,08,048 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ എബിറ്റ 14.4% വർദ്ധിച്ച് 13,589 കോടിയിൽ നിന്നും 15,550 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാളും ഉയർന്ന എബിറ്റയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്രോഫിറ്റ് മാർജിൻ 109% വർദ്ധിച്ച് 13.26% നിന്നും 14.35% ഉയർന്നു. ഫ്ലാറ്റ് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട FMCG സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ITC. ITCയുടെ പ്രോഫിറ്റ് 0.3% ഉയർന്ന് 4,903 കോടിയിൽ നിന്നും 4,917 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5,160 കോടി രൂപയുടെ പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചു. 17,188 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 17,000 കോടി രൂപയുടെ റവന്യൂ ആണ് ITC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ITCയുടെ റവന്യൂ 7.2% വർദ്ധിച്ച് 18,828 കോടിയിൽ നിന്നും 17,000 കോടിയിലേക്ക് ഉയരുകയായിരുന്നു. ഇൻ ടേംസ് ഓഫ് റവന്യൂ പ്രോഫിറ്റും കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്. 6,497 കോടി രൂപയുടെ എബിറ്റ പ്രതീക്ഷിച്ചെടുത്ത് 6,296 കോടി രൂപയുടെ എബിറ്റയാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് മാർജിൻ 39.5% നിന്നും 37% കുറയുകയും ചെയ്തു. ജുവലറി സെഗ്മെൻറ്റിൽ മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഒരു സ്റ്റോക്കാണ് കല്യാൺ ജുവലേഴ്സ്. കല്യാൺ ജുവലേഴ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 24% വർദ്ധിച്ച് 144 കോടിയിൽ നിന്നും 178 കോടിയിലെത്തി. റവന്യൂ 26.5% വർദ്ധിച്ച് 4,376 കോടിയിൽ നിന്നും 5,535 കോടിയിലേക്കെത്തി. മാർക്കറ്റ് 5,558 കോടിയുടെ റവന്യൂ പ്രതീക്ഷിച്ചത്. അതായത് ഇൻ ടേംസ് ഓഫ് റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ്സായിട്ടുണ്ട്. 186 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെങ്കിലും 178 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. എബിറ്റ 16% വർദ്ധിച്ച് 323 കോടിയിൽ നിന്നും 376 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 7.4% നിന്നും 6.8% ഇടിയുകയും ചെയ്തു. ഗോദ്രേജ് അഗ്രോവേറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 22% ഉയർന്നപ്പോൾ റവന്യൂ 6.4% ഇടിഞ്ഞു. 107 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 132 കോടിയിലേക്കാണ് ഉയർന്നത്. റവന്യൂ 6.4% ഇടിഞ്ഞ് 2,510 കോടിയിൽ നിന്നും 2,381 കോടിയായി രേഖപ്പെടുത്തി. എബിറ്റ 17% ഉയർന്ന് 193 കോടിയിൽ നിന്നും 226 കോടിയിലേക്കെത്തി. എബിറ്റ മാർജിൻ 7.68% നിന്നും 9.61% രേഖപ്പെടുത്തി. സൊമനി സെറാമിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 2.5% ഇടിഞ്ഞു. റവന്യൂ 2.6% ഉയർന്നു. 12.6 കോടിയിൽ നിന്നും 12.3 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം റവന്യൂ 826 കോടിയിൽ നിന്നും 848 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ എബിറ്റ 9.7% വർദ്ധിച്ച് 290 കോടിയിൽ നിന്നും 318 കോടിയിലേക്കെത്തി. തെർമാക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 82% ഇടിഞ്ഞ് 82% ഉയർന്ന് 60 കോടിയിൽ നിന്നും 109 കോടിയായി മാറി. റവന്യൂ 13% വർദ്ധിച്ച് 1,933 കോടിയിൽ നിന്നും 2,184 കോടിയായി മാറി. എബിറ്റ 7% വർദ്ധിച്ച് 132 കോടിയിൽ നിന്ന് 141 കോടിയിലേക്കും എബിറ്റ മാർജിൻ 6.8% നിന്നും 6.5% ചുരുങ്ങുകയും ചെയ്തു.
റെയിൽടെലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 20% വർദ്ധിച്ച് 468 കോടിയിൽ നിന്നും 588 കോടിയിലേക്കെത്തി. നെറ്റ് പ്രോഫിറ്റ് 26.8% വർദ്ധിച്ച് 38 കോടിയിൽ നിന്ന് 48 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 19.3% നിന്നും 18.5% ഇടിയുകയും എബിറ്റ 90 കോടിയിൽ നിന്ന് 103 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ത്രിവേണി എഞ്ചിനീയറിംഗിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 54% ഇടിഞ്ഞ് 68 കോടിയിൽ നിന്ന് 31 കോടിയിലേക്കെത്തി. കമ്പനിയുടെ എബിറ്റ മാർജിൻ 8.7% നിന്നും 5.6% ഇടിയുകയും എബിറ്റ 125 കോടിയിൽ നിന്നും 86 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ത്രിവേണി എഞ്ചിനീയറിംഗിൻ്റെ റവന്യൂ 1432 കോടിയിൽ നിന്നും 1534 കോടിയായി ഉയർന്നു. GR ഇൻഫ്രാ പ്രോജക്ട്സിൻ്റെയും റിസൾട്ട് അത്ര മികച്ചതല്ല. നെറ്റ് പ്രോഫിറ്റ് 49% ഇടിയുകയും റവന്യൂ 18% ഇടിയുകയും എബിറ്റ 39.4% ഇടിയുകയും ചെയ്തു. പാരദീപ് ഫോസ്ഫേറ്റിൻ്റെ നെറ്റ് പ്രോഫിറ്റ് പാരദീപ് ഫോസ്ഫേറ്റ് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ 120 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ 5.4 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ റവന്യൂ 22% ഇടിഞ്ഞ് 3084 കോടിയിൽ നിന്നും 2377 കോടിയിലേക്കെത്തി. എബിറ്റ 38 കോടിയിൽ നിന്നും 38 കോടി രൂപയുടെ ലോസിൽ നിന്നും 147 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തുകയും ചെയ്തു. ആർക്കെയിൻ കെമിക്കൽസ്, ക്യാംസ്, ധനുക അഗ്രോടെക്, കിർലോസ്കർ ബ്രദേഴ്സ്, LIC ഹൗസിംഗ് ഫിനാൻസ്, മെഡ്പ്ലസ് ഹെൽത്ത് സർവീസ്, മോൾഡ് ടെക് പാക്കേജിംഗ്, PSP പ്രോജക്റ്റ്, സരിഗമ ഇന്ത്യ, ഷീല ഫോം, സുദർശൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ടൈറ്റാൻ കമ്പനി, UPL, സൈഡസ് വെൽനസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 4% ഇടിഞ്ഞ് 1.75 ലക്ഷം യൂണിറ്റായി രേഖപ്പെടുത്തി. ഡൊമസ്റ്റിക് സെയിൽസ് 5% ഇടിഞ്ഞ് 1.51 ലക്ഷം യൂണിറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെയിൽസ് 13% വർദ്ധിച്ച് 6622 യൂണിറ്റായി രേഖപ്പെടുത്തി. മോട്ടോർ സൈക്കിൾ സെയിൽസ് 8% ഇടിഞ്ഞ് 67265 യൂണിറ്റായി രേഖപ്പെടുത്തി. ഇൻ്റർനാഷണൽ മോട്ടോർ സൈക്കിൾ സെയിൽസ് 14% ഇടിഞ്ഞ് 6057 യൂണിറ്റായി രേഖപ്പെടുത്തി. മോർപ്പൻ ലബോറട്ടറീസ് QIP വഴി ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോർപ്പൻ ലബോറട്ടറീസ് അതിൻ്റെ സ്റ്റോക്കുകൾ 9% ഡിസ്കൗണ്ടിലാണ് സെല്ലിംഗ് ചെയ്യുന്നത്. 57 രൂപ 23 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ സെയിൽസ് റിപ്പോർട്ടിൽ കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 5.4% ഇടിഞ്ഞ് 3.7 ലക്ഷം യൂണിറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസ് 6.4% ഇടിഞ്ഞ് 3.47 ലക്ഷം യൂണിറ്റ്. എക്സ്പോർട്ട് 13% ഉയർന്ന് 22,739 യൂണിറ്റുമായി രേഖപ്പെടുത്തി. ഗോദ്രേജ് അഗ്രോവേറ്റ്, ഗോദ്രേജ് ടൈസൂൺ ഫുഡ്സിൻ്റെ 49%-ഓളം സ്റ്റേക്കുകൾ 323 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. SML ഇസൂസു എന്ന കമ്പനിയുടെ ടോട്ടൽ സെയിൽസ് 4% ഇടിഞ്ഞ് 1203 യൂണിറ്റായി രേഖപ്പെടുത്തി. അതുൽ ഓട്ടോയുടെ ടോട്ടൽ സെയിൽസ് 22% വർദ്ധിച്ച് 2572 യൂണിറ്റായി രേഖപ്പെടുത്തി. നെസ്ലെ ഇന്ത്യയുടെയും ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെയും ജോയിൻ്റ് വെഞ്ചർ മെഡിക്കൽ ന്യൂട്രീഷൻ കമ്പനിയിൽ നെസ്ലെ ഇന്ത്യ 706 കോടി രൂപയുടെയും ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് 734 കോടി രൂപയുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അരബിന്ദോ ഫാർമയുടെ ബൈബാക്ക് പ്രഖ്യാപിച്ചു. 750 കോടി രൂപയുടെ ബൈബാക്കാണ് അരബിന്ദോ ഫാർമ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 5 തീയതി മുതൽ ഓഗസ്റ്റ് 9 തീയതി വരെയാണ് ബൈബാക്ക് പീരീഡ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.